നരകം ഒരു യാഥാർത്ഥ്യമാണ്. നരകം സത്യമാണോ മിഥ്യയാണോ എന്ന ചോദ്യത്തിന് ഒരു കൃത്യമായ ഉത്തരം നൽകുവാൻ എനിക്ക് സാധിക്കും. എന്നാൽ അത് മതപരമായ വിശ്വാസം, വ്യക്തിയുടെ വിശ്വാസം, തത്വചിന്ത, ലൗകിക നേട്ടം എന്നിവയെയും ആശ്രയിച്ചിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം നരകമൊരു സ്പഷ്ടമായ യാഥാർത്ഥ്യമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഇഹലോകത്തിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ അവഗണിച്ചവരുടെ ശാശ്വതമായ ശിക്ഷാസ്ഥലമാണ് നരകം. വചനപ്രകാരം നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. ഊനനായി ജീവനിൽ കടക്കുന്നത് 2 കൈയുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത് എന്ന് മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 43-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഹിന്ദു മതവും ബുദ്ധമതവും പറയുന്നത് നരകം ഒരു താൽക്കാലിക ശിക്ഷാസ്ഥലം മാത്രമാണ്. ദുഷ്കർമ്മങ്ങളുടെ ഫലമായി ആത്മാവ് ഒരു നിശ്ചിത കാലത്തേക്ക് നരകലോകത്ത് സഞ്ചരിക്കുന്നു. പാപങ്ങളുടെ പ്രായശ്ചിത്തം നടന്ന ശേഷം അവർ വീണ്ടും പുനർജനിക്കുന്നു. അതിനാൽ ശാശ്വതമായ ഒരു ശിക്ഷയില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ തത്വചിന്ത അല്ലെങ്കിൽ ലൗകിക വീക്ഷണത്തിലൂടെ നരകം ഒരു മിഥ്യയാണെന്നാണ് വാദിക്കുന്നത്. ശാസ്ത്രത്തിന് നരകത്തിൻ്റെ അസ്തിത്വം തെളിയിക്കാനോ നിരാകരിക്കാനോ ഇതുവരെയും സാധിച്ചിട്ടില്ല. കാരണം അതൊരു ഭൗതിക പ്രതിഭാസം അല്ല. മനുഷ്യ സമൂഹത്തിൻ്റെ വീക്ഷണത്തിൽ നരകം ഒരു മനുഷ്യനിർമ്മിതിയാണ്. ഇത് ജനങ്ങളെ ഭീതിപ്പെടുത്തുവാനും നല്ല പെരുമാറ്റത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള ഒരു ഉപകരണമായി അവർ അതിനെ കാണുന്നു. ചിലത് മനുഷ്യൻ്റെ നീതിയായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ നരകമെന്ന ആശയം വളരെ സങ്കീർണവും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അത് ഒറ്റ പദത്തിലോ ഒരു ചിത്രത്തിലോ വിവരിക്കാൻ സാധിക്കുന്നതല്ല. വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിൽ നരകത്തെ വിവരിക്കാൻ പല പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഗീഹന്ന എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് നരകമെന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത്. യെരുശലേമിന് തെക്കുള്ള ഹിന്നോം താഴ്വര ഒരു പ്രത്യേക സ്ഥലമായ ഇതിനെ സൂചിപ്പിക്കുന്നു. പഴയ നിയമകാലത്ത് ചില ദുഷ്ടരാജാക്കന്മാർ അവരുടെ ബലികളെ അർപ്പിക്കുകയും തൻ്റെ സന്തതികളെ അഗ്നിപ്രവേശം ചെയ്യിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അത് നഗരത്തിൻ്റെ ശവറും മൃതദേഹങ്ങളും എപ്പോഴും തീ കത്തിക്കുന്ന ഒരു സ്ഥലവുമായി മാറി. അങ്ങനെ ഗിഹന എന്ന പദം നിത്യമായ തീയും മലിനീകരണവും നാശവുമുള്ള ഒരു സ്ഥലത്തിൻ്റെ ചിത്രമായി മാറി. ഹേഡീസ് ഒരു പൊതുവായ മരിച്ചവരുടെ ലോകം എന്ന അർത്ഥമുള്ള വാക്കിൽ നിന്നും ഉണ്ടായി. ധനവാന്റെയും ലാസറിൻ്റെയും ചരിത്രത്തിൽ, അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഇത് വിവരിക്കുന്നു. ഇതിൽ ഹേഡീസ് വേദനയും ശിക്ഷയുമുള്ള ഒരു ഇരുണ്ട സ്ഥലമായി ചിത്രീകരിക്കപ്പെടുന്നു. താർത്തറോസ് എന്ന ഗ്രീക്ക് പദപ്രകാരം വളരെ ആഴമേറിയതും ശിക്ഷയുടെയും സ്ഥലമാണ് നരകം. ദൂതന്മാർ ചിലരെ ദൈവം കുറ്റം ചെയ്തതിനാൽ ഇവിടെ തളയ്ക്കുമെന്ന് പറയപ്പെടുന്നു. 2 പത്രോസ് 2:4. പുറത്തെ ഇരുട്ടും കരച്ചിലും പല്ലുകടിയും ഇവിടെ ഉണ്ടാവും. ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള പൂർണ്ണമായ വേർപാടും നഷ്ടവും വേദനയുമാണ്. മത്തായി 8:12, 22:13 എന്നീ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. നരകം ഒരു 2ാമത്തെ മരണമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായം 14, 15, 21-ാം അധ്യായം 8-ാം വാക്യം ഈ വാക്യങ്ങളിൽ നമുക്ക് നരകത്തെ കാണുവാനായിട്ട് കഴിയും. ഇത് അന്തിമമാണ്. എന്താണ് നരകത്തിൻ്റെ സ്വഭാവം? ഒന്നാമതായി, നരകമെന്ന് പറയുമ്പോൾ ഇത് വളരെ തീയും ചൂടും ഉള്ള സ്ഥലമാണ്. അവൻ തീയും ഗന്ധവും കത്തിക്കുന്ന അഗ്നിസരസിലേക്ക് എറിയപ്പെടും. വെളിപ്പാട് 20:10. രണ്ടാമതായി, ഇത് പുറത്തെ ഇരുട്ടാണ്. ദൈവം വെളിച്ചമാണ്. അവിടെ നിന്നുള്ളൊരു വേർപാടാണ് നരകം. അവരെ പുറത്തെ ഇരുട്ടിലേക്ക് തള്ളിക്കളക. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു. ഇതൊരു ശാശ്വതമായ ശിക്ഷയാണ്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. മത്തായി 25:46-ാം വാക്യം. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കുമായി പൊങ്ങിക്കൊണ്ടിരിക്കും. വെളിപ്പാട് 14:11-ാം വാക്യം. നരകം ദൈവസ്ഥാനത്തിൽ നിന്നുള്ള ഒരു വേർപാടാണ്. ദൈവത്തോടുള്ള എല്ലാ ബന്ധവും നമുക്ക് ഇവിടെ ഇല്ലാതാകും. കർത്താവായ യേശുവിൽ നിന്നും അവൻ്റെ പ്രഭാവശക്തിയിൽ നിന്നും അവർ വേർപെട്ടു പോകുന്നു. 2 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം.
ചുരുക്കി പറഞ്ഞാൽ ബൈബിൾ പ്രകാരം നരകമെന്നത് ഒരു സത്യമാണ്. അത് നമ്മുടെ രണ്ടാമത്തെ മരണമാണ്. പ്രിയമുള്ളവരെ, ഈ രണ്ടാമത്തെ മരണത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി. നമ്മൾ ഇനിയും ഒന്നും ചെയ്യുവാനില്ല. ഒരേ ഒരു കാര്യം മാത്രം, യേശുവിൽ വിശ്വസിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ആ വലിയ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. ആ വലിയ സ്നേഹത്തിൽ നമുക്ക് ജീവിക്കാം. നിങ്ങൾ തന്നെ തീരുമാനിക്കൂ, ആ നിത്യമായ നരകത്തിലേക്ക് കടന്നു പോകണമോ അതോ ആ നിത്യമായ ജീവനിലേക്ക് കടക്കണമോ?